താഴെ തന്നിരിക്കുന്നതിൽ ഒരു ചാലകത്തിന്റെ പ്രതിരോധത്തെ സ്വാധീനിക്കാത്ത ഘടകം ഏതാണ്? സ്വാധീനിക്കാത്ത ഘടകം: നീളം, ഛേദതല പരപ്പളവ്, സാന്ദ്രത, റെസിസ്റ്റിവിറ്റി. ഓക്കെ, ഇത് സ്വാധീനിക്കാത്ത ഘടകം ഏതെന്ന് അറിയാന്നുള്ളവരെന്ന് കമന്റ് ചെയ്തേ. സ്വാധീനിക്കാത്ത ഘടകം ഏതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് പിള്ളേരെ. ഏതൊരു ഓപ്ഷൻ സി വരും അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി സാന്ദ്രതയാണ് ആൻസർ. സാന്ദ്രത. അടുത്ത് രണ്ടാം ചോദ്യം. ബാക്കി മൂന്നും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കേട്ടോ. നീളം, ഛേദതല പരപ്പളവ്, റെസിസ്റ്റിവിറ്റി, ഇത് മൂന്നും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സാന്ദ്രത സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇത് പ്രീവിയസ് ചോദ്യമാണ്. 1 or 2 തവണ ചോദ്യം ഇതുപോലെ തന്നെ ഈ ഓപ്ഷൻ വെച്ച് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, സാന്ദ്രത ഒരു ചാലകത്തിന്റെ പ്രതിരോധത്തെ എന്ത് ചെയ്യുന്നില്ല? സ്വാധീനിക്കുന്നില്ല കേട്ടോ. അത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത രണ്ടാം ചോദ്യം. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. റൈബോസോം, ഗോൾഗി വസ്തുക്കൾ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോം. കിട്ടിയതെന്ന് കമന്റ് ചെയ്തേ. ഏതാണ് ഇതിൽ ഒറ്റപ്പെട്ടത്? ആർക്കും കിട്ടിയില്ല? ആരുടെയും കമന്റ് വന്നില്ല. ബി ആണോ? ബി അല്ല, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ലൈസോസോം. ലൈസോസോമിന്റെ എന്താ പ്രത്യേകത? ലൈസോമിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത? കണ്ണ്. എടാ, കണ്ണി കാണുന്ന ലൈസോസൈം അല്ലേ? നിങ്ങൾ എന്തുവാ പറയുന്നത്? എന്നെ ഇവിടെ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടോ. കണ്ണി കാണുന്ന ലൈസോസൈമ. ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് അതെ, ആരോ കമന്റ് ചെയ്തു. ലൈസോസോം ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ് ലൈസോസോം. മനസ്സിലായില്ലേ? ലൈസോസോം കാണപ്പെടുന്നത് ജന്തുകോശങ്ങളിൽ മാത്രമാണ്. സസ്യകോശങ്ങളിലും അതുപോലെ തന്നെ ജന്തുകോശങ്ങളിലും കോമൺ ആയിട്ടുള്ളതാണ് റൈബോസോമും ഗോൾഗി വസ്തുക്കളും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും. ഇവിടെ ലൈസോസോം എന്ന് പറഞ്ഞ സാധനം ജന്തുകോശങ്ങളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ലൈസോസോം എന്ത് ചെയ്യുന്ന കുട്ടികളെ ആൻസർ ആയിട്ട് വന്നത്. ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നറിയാവോ? രണ്ടിലും, അതായത് ജന്തുകോശത്തിലും സസ്യകോശത്തിലും ഒരുപോലെ കാണപ്പെടുന്നതാണ് ബാക്കി മൂന്നും. ഓക്കെ, അത് പഠിച്ചിരിക്കുക. മണ്ടത്തരങ്ങൾ വിളിച്ച് പറയരുത് കേട്ടോ. അവിടെ താഴെ തന്നിരിക്കുന്നവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. അവിടെ ABCDയില് A ഫേനം, B മൈറ്റോകോൺട്രിയ, C എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, D റൈബോസോം. അത് 1, 2, 3, 4. 1 പദാർത്ഥ സംവഹനം, 2 ഊർജ നിലയം, 3 മാംസ്യ സംശ്ലേഷണം, 4 ജലലവണ സംഭരണം. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യണം. വെപ്രാളം കാണിക്കരുത്. ശ്രദ്ധിച്ച് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞൊരു കമന്റ് ചെയ്തോളൂ കേട്ടോ. പിള്ളേരെ ഏത് വരും? ഓപ്ഷൻ സി വരും. ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് ഫേനത്തിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജല ലവണ സംഭരണമാണ്. ലവണത്തെ സംഭരിക്കുക എന്നതാണ് ആരുടെ ജോലി? ഫേനത്തിന്റെ ജോലി എന്നുള്ളത്. ജലത്തിന്റെ ലവണത്തെ സംഭരിക്കുക എന്നാണ് ഫേനത്തിന്റെ ജോലി. മൈറ്റോകോൺട്രിയയുടെ ജോലി എന്ന് വെച്ചാൽ മൈറ്റോകോൺട്രിയ എന്നത് ഊർജ്ജ നിലയമാണ്. കോശത്തിന്റെ ഊർജ്ജ നിലയമാണ് ഏത്? മൈറ്റോകോൺട്രിയ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ പദാർത്ഥ സംവഹനമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പദാർത്ഥ സംവഹനമാണ്. അടുത്ത റൈബോസോം എന്ന് വെച്ചാൽ മാംസ്യ സംശ്ലേഷണമാണ്. അപ്പൊ അത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് A4 വരും, B2 വരും, C1 വരും, D3 വരും. ഓക്കെ, ഇത് പഠിച്ചിരിക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചോദിക്കുന്ന സാധനമാണ്. നിങ്ങൾക്ക് നാളെ പഠിക്കേണ്ടിരിക്കുന്നത് കോശമാണ് പഠിക്കേണ്ടിരിക്കുന്നത് DC ബേസിന്. ഓക്കെ, നന്നായി പഠിക്കുക. നമ്മൾ നാളെ SCERT റിവിഷൻ നടത്തുന്നതും കോശത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് റിവിഷൻ നടത്തുന്നത് കേട്ടോ നാളെ. ഓക്കെ, രാവിലത്തെ റിവിഷനും. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരുന്നത്? C ആണ് ആൻസർ. ഓക്കെ, അടുത്ത് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. വിജാതീയ ചാർജുകൾ തമ്മിൽ വികർഷിക്കുന്നു, സജാതീയ ചാർജുകൾ തമ്മിൽ വികർഷിക്കുന്നു, വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു, സജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു. ശ്രദ്ധിച്ച് ചാർജാണ് കേട്ടോ. ചാർജാണ് പറയുന്നത്. ഉത്തരം കിട്ടിയിട്ടൊന്ന് കമന്റ് ചെയ്തേ. പിള്ളേരെ ഓപ്ഷൻ A ആണ് ആൻസർ. അതായത് 2, 3 ശരിയായ പ്രസ്താവന. അതായത് സജാതീയ ചാർജുകൾ തമ്മിൽ വികർഷിക്കുന്നു. അതായത് ഒരേ ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? വികർഷിക്കുന്നു. വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു. അതായത് പോസിറ്റീവും വികർഷിക്കുന്നു, നെഗറ്റീവും വികർഷിക്കുന്നു. അതുപോലെ എന്നാൽ പോസിറ്റീവും നെഗറ്റീവും ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? വളരെ ആകർഷിക്കുന്നു. പോസിറ്റീവ് നെഗറ്റീവ് ആവുന്ന സമയത്ത് ആകർഷിക്കുന്നു. ഓക്കെ,
അതായത് ഒരേ ചാർജുകൾ തമ്മിൽ വികർഷിക്കും, വ്യത്യസ്ത ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യും, ആകർഷിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. അടുത്ത ചോദ്യം, 45-ാം ചോദ്യം. പിത്തരസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക. കരളിൽ ഉൽപ്പാദിപ്പിക്കുന്നു, രാസാഗ്നികൾ കാണപ്പെടുന്നു, ആമാശയത്തിലേക്ക് സ്രവിക്കുന്നു, കൊഴുപ്പിനെ ചെറുകണികളാക്കുന്നു. ഓക്കെ, ഒന്ന് വായിച്ചൊക്കെ നോക്കി ഉത്തരം എഴുതാൻ പറ്റുമെന്ന് എഴുതിയേ, കമന്റ് ചെയ്തേ. ഇതൊക്കെ പഠിപ്പിച്ചതാ. പിള്ളേർ ഏത് വരും? ഓപ്ഷൻ സി വരും കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അതായത് 1ഉം 4ഉമാണ് ശരി. കരളിൽ ഉൽപ്പാദിപ്പിക്കുന്നു ശരിയാണ്. ആ കൊഴുപ്പിനെ ചെറുകണികളാക്കുന്നു, അതും ശരിയാണ്. കരളിൽ ഉൽപ്പാദിപ്പിക്കുന്നു, കൊഴുപ്പിനെ ചെറുകണികളാക്കുന്നു, ആ 2 കാര്യങ്ങൾ ശരിയാണ്. ഓക്കെ, രാസാഗ്നികൾ കാണപ്പെടുന്നില്ല. മനസ്സിലായി? രാസാഗ്നികൾ ഇല്ല. എൻസൈമുകൾ ഏതിലില്ല? ഈ പറയുന്ന പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല. അതുപോലെ ആമാശയത്തിലേക്ക് സ്രവിക്കുന്നു. നമ്മൾ അങ്ങനെയാണോ പഠിച്ചത്? ആമാശയത്തിലേക്ക് സ്രവിക്കുന്നു എന്നാണോ പഠിച്ചത്? പക്വാശയത്തിലേക്ക് സ്രവിക്കുന്നു അല്ലെ? പക്വാശയം അല്ലെങ്കിൽ ചെറുകുടലിന്റെ ഓപ്പണിങ്, പക്വാശയം, അതിലേക്ക് സ്രവിക്കുന്നു എന്നല്ലേ നമ്മൾ പഠിച്ചത്? അതെ, ആമാശയമല്ല, പക്വാശയത്തിലേക്ക് സ്രവിക്കുന്നു എന്നാണ് പഠിച്ചത്. പക്വാശയത്തിലേക്ക് സ്രവിക്കുന്നു എന്നാണ് നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചത്. അപ്പൊ അതാണ് അവിടെ തെറ്റായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഡിയോഡിയം. മനസ്സിലായില്ല? രാസായനികങ്ങൾ കാണപ്പെടുന്നില്ല, അതുപോലെ പക്വാശയത്തിലേക്കാണ് ശ്രമിക്കുന്നത്. അപ്പൊ അത് രണ്ടും തെറ്റാണ്. അടുത്ത എളുപ്പമുള്ള ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി ഇനാമലാണ്. പല്ലിന്റെ ഇനാമലാണ് ഏറ്റവും കടുപ്പമേറിയ ഭാഗം. ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ല് ഇനാമലാണ്. ഇതൊക്കെ പഠിച്ചിരിക്കുക, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അത് ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, ഈഥൈൻ, പ്രൊപ്പൈനും ബ്യൂട്ടൈനും. ഓക്കെ, ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകമാണ് ചോദ്യം. കമന്റ് ചെയ്തേ. ഈ ദ്രവീകൃത പെട്രോളിയം വാതകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, LPG അവിടെ ചോദിച്ചിരിക്കുന്നത്. LPG ചോദ്യം പോലും നേരെ വായിക്കുന്നില്ല നിങ്ങൾ. ഈ രീതിയിലാണ് പഠിത്തമെങ്കിൽ പണി കിട്ടും. ശ്രദ്ധിച്ചൊക്കെ ചെയ്യും. നിങ്ങൾക്കതാണ് പറയണത്. ഇതൊരു വെറും ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ടായിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങൾ ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരാണ്, ശ്രദ്ധിച്ച് ചെയ്യാനാ പറയുന്നത്. ശ്രദ്ധിച്ച് ചെയ്യാൻ. ഓക്കെ, ബ്യൂട്ടൈൻ ആണ്. ചോദ്യം വായിച്ച് സാവകാശത്തിൽ അത് ആലോചിച്ച്, ഇതാരെങ്കിലും ഒരു തെറ്റുത്തരം കമന്റ് ചെയ്യും, അതിന്റെ പിറകെ ഞാൻ കമന്റ് ചെയ്ത് പോവുകയാണ്. തെറ്റ് പഠിക്കരുത്, മനസ്സിലായ? ശ്രദ്ധിച്ച് ചെയ്യും നിങ്ങൾ. ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ ദ്രവീകൃത പെട്രോളിയം ദ്രാവകം, അതായത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത് 8ാമത് ചോദ്യം, കോഷിയോർക്കർ എന്ന രോഗത്തിന്റെ കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? കോഷിയോർക്കർ എന്ന രോഗത്തിന്റെ കാരണം പ്രോട്ടീനിന്റെ കുറവ്, വൈറ്റമിൻ എയുടെ കുറവ്, കാൽസ്യത്തിന്റെ കുറവ്, പ്രോട്ടീനിന്റെ കൂടുതൽ. കമന്റ് ചെയ്തേ. കുട്ടികളെ, ഓപ്ഷൻ എ പ്രോട്ടീനിന്റെ കുറവാണ്. പ്രോട്ടീനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? കോഷിയോർക്കർ. കേട്ടാ, പ്രോട്ടീനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കോഷിയോർക്കർ. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശ്വസനികകൾ തരുണാസ്ഥി വലയം കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു. ശ്വാസകോശങ്ങളിലെ വാതക വിനിമയം നടക്കുന്ന ഭാഗമാണ് പ്ലൂറ. നാസോദ്വാരത്തെയും ഗ്രസനെയും ബന്ധിപ്പിക്കുന്ന പാതയാണ് നാസാഗഹ്വരം. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തിയാണ് ഡയഫ്രാം. ഓക്കെ, ഇതൊന്ന് വായിച്ചിട്ട് ഇതിൽ ഏതൊക്കെയാണ് തെറ്റ് ശരിയായതെന്ന് കണ്ടെത്തണം. ഏതൊക്കെയാണ് ശരിയെന്ന് കണ്ടെത്തണം. ഓക്കെ, കണ്ടെത്തിയതിനു ശേഷം നിങ്ങളുടെ ഓപ്ഷൻ നോക്കിക്കോണേ. ഏതൊക്കെയാണ് ശരിയെന്ന് കണ്ടെത്തിയതിനു ശേഷം ഓപ്ഷൻ നോക്കിയിട്ട് കമന്റ് ചെയ്യണം. കമന്റ് ചെയ്തേ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണണമെങ്കിൽ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിച്ചു തരാം, നോക്കിക്കോളാം. ശ്വസനികകൾ തരുണാസ്ഥി വലയം കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു. ശ്വാസകോശങ്ങളിലെ വാതക വിനിമയം നടക്കുന്ന ഭാഗമാണ് പ്ലൂറ. നാസോദോരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണ് നാസാഗഹ്വരം. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തിയാണ് ഡയഫ്രാം. ഓക്കെ, ഇതില് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് പിള്ളേരെ. ഏതൊക്കെയാ ശരിയായ പ്രസ്താവന? ആർക്കും കിട്ടിയില്ല ഉത്തരം? ഒന്നും നാലും ഒക്കെയാണ് കമന്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഈ ശ്വസനികകൾ തരുണാസ്ഥി വലയം കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു.
അതല്ല, ശ്വാസനാളത്തെയാണ്. ശ്വാസനാളത്തെയാണ് തരുണാസ്ഥി വലയം കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായ? ശ്വാസനാളത്തെയാണ് തരുണാസ്ഥി വലയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ശ്വാസകോശങ്ങളിലെ വാതക വിനിമയം നടക്കുന്ന ഭാഗമാണ് പ്ലൂറ. അത് തെറ്റാണ്. കാരണം ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണമാണ് പ്ലൂറ. ശ്വാസകോശത്തിൽ എവിടെയാണ് വാതക വിനിമയം നടക്കുന്നതെന്ന് കേട്ട് കഴിഞ്ഞാല് അത് ആൽവിയോളകളിലാണ്. മനസ്സിലായ? വായു അറകളായ ആൽവിയോളകളിലാണ് വാതക വിനിമയം, അതായത് ബ്ലഡും ഈ പറയുന്ന വാതകവും തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അത് കൂടിച്ചേരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് വായു അറകൾ അല്ലെങ്കിൽ ആൽവിയോളകളിലാണ്. അപ്പൊ ആ രണ്ട് പ്രസ്താവനയും തെറ്റാണ്. നാസോദോരത്തെയും രസനെയും ബന്ധിപ്പിക്കുന്ന പാതയാണ് നാസാഗഹ്വരം. അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അതുപോലെ തന്നെ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തിയാണ് ഡയഫ്രം. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് 3ഉം 4ഉമാണ് ശരി. 3ഉം 4ഉം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. അപ്പൊ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായ? അപ്പൊ അവിടെ പറഞ്ഞതില് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മള് നമ്മുടെ ശ്വാസനാളത്തെയാണ് തരുണാസ്ഥി വലയത്താല് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ വാതക വിനിമയം നടക്കുന്നത് എവിടെയെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ആൽവിയോളകളിലാണ്. അപ്പൊ എന്താണ് പ്ലൂറ എന്ന് കേട്ട് കഴിഞ്ഞാൽ ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണമാണ് അല്ലെങ്കിൽ സ്ഥലമാണ് ഏത് പ്ലൂറ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ശരി. ഓക്കെ, അടുത്ത ചോദ്യം. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശ്വസനിയും നോക്കാം. നിശാന്തത, നിറങ്ങൾ തിരിച്ചറിയാത്ത അവസ്ഥ. ഗ്ലോക്കോമ, കണ്ണിൽ അനുഭവപ്പെടുന്ന അതിമർദ്ദം. ചെങ്കണ്ണ്, കണ്ണിലെ ലെൻസിന്റെ അധാര്യത. അടുത്ത് സീറോഫ്താൽമിയ, മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി ഇല്ല. ഇതിൽ ഏതാണ് പിള്ളേരെ? ഏതാണ് ആൻസർ? ഇവിടെ ഓപ്ഷൻ ബി ഗ്ലോക്കോമ, കണ്ണിൽ അനുഭവപ്പെടുന്ന അതിമർദ്ദമാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. നിശാന്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകാത്തതാണ് നിശാന്തത എന്ന് പറയുന്നത്. ഓക്കെ, ചെങ്കണ്ണ് എന്ന് പറഞ്ഞാൽ കണ്ണിലുണ്ടാവുന്ന അണുബാധയെ പറയുന്ന പേരാണ് ചെങ്കണ്ണ. സിറോഫ്താൽമിയ എന്ന് വെച്ചാൽ എന്താണ്? സിറോഫ്താൽമിയ എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന്റെ കോർണിയ വരണ്ടു പോകുന്ന അല്ലെങ്കിൽ അത് അധാര്യമായി പോകുന്ന അവസ്ഥയാണ് ഏത്? ഈ പറയുന്ന സിറോഫ്താൽമിയ. മനസ്സിലായ? ഓക്കെ, അപ്പൊ ഇത് മൂന്നും തെറ്റാണ്. ശരിയായ ജോഡി വെച്ച് ഗ്ലോക്കോമ, കണ്ണിൽ മർദ്ദം അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ കണ്ണിൽ അനുഭവപ്പെടുന്ന അതിമർദ്ദമാണ് ഗ്ലോക്കോമ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത് ശ്രദ്ധിച്ചു ചെയ്യണം. വർണ്ണാന്തതയുടെ കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? കോൺ കോശങ്ങൾ കുറവായത് കൊണ്ട്, കോൺ കോശങ്ങളുടെ തകരാറ്, പ്രകാശഗ്രാഹികളുടെ തകരാറ്, റോഡ് കോശങ്ങളുടെ തകരാറ്. വർണ്ണാന്തതയുടെ കാരണമാണ് ചോദ്യം. ഓക്കെ, ഉത്തരം കിട്ടിയെന്ന് കമന്റ് ചെയ്തേ. പിള്ളേർ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2 ശരി എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. കോൺ കോശങ്ങളുടെ തകരാറ്. മനസ്സിലായി? കോൺ കോശങ്ങളുടെ തകരാറ്, അതായത് കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന ഒരു വർണ്ണവസ്തു ഉണ്ട്. ഏതാണ് വർണ്ണവസ്തു? കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു ഏതാ പിള്ളേരെ? കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ. അപ്പൊ ഈ അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിന്റെ കുറവ് മൂലം എന്ത് സംഭവിക്കും? കോൺ കോശങ്ങൾ തകരാറിലാവും. ആ കോൺ കോശങ്ങൾ തകരാറിലാവുമ്പോഴാണ് നമുക്ക് വർണ്ണാന്തത എന്ന രോഗം ഉണ്ടാവുന്നത്. കാരണം നമ്മളെ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ് അല്ലേ? നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് കോൺ കോശങ്ങളുടെ തകരാറ് വരുന്ന സമയത്താണ് നമുക്ക് ഏത് രോഗം വരുന്നത് കുട്ടികളെ? ഈ പറയുന്ന വർണ്ണാന്തത എന്ന രോഗം വരുന്നത്. അപ്പൊ കോൺ കോശങ്ങളുടെ തകരാറാണ് വർണ്ണാന്തതയുടെ കാരണം. പഠിച്ചിരിക്കുക കേട്ടോ. താഴെ തന്നിരിക്കുന്നവ കാലഗണന ക്രമത്തിൽ എഴുതുക. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹം, ചാന്നാലഹള, മലയാളി മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം ഒക്കെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ച് ചെയ്യണേ. പെട്ടെന്ന് വെപ്രാളം കാണിച്ച്
തെറ്റിക്കരുത്. ഓക്കെ, ആൻസർ കമന്റ് ചെയ്തേ. കാലഗണന ക്രമത്തിൽ ഏതാണ് പറഞ്ഞിരിക്കുന്നത്? എടാ, ഇതില് ചാന്നാർ ലഹള ഉണ്ടായ വർഷം ഏതാ? ചാന്നാർ ലഹള ഏത് വർഷമാണ്? ചാന്നാർ ലഹള 1859, 1859 ഓക്കെ. അതുപോലെ തന്നെ മലയാളി മെമ്മോറിയൽ ഏത് വർഷം? മലയാളി മെമ്മോറിയൽ 1891 മലയാളി മെമ്മോറിയൽ, 1891 മലയാളി മെമ്മോറിയൽ. ഓക്കെ. ഗുരുവായൂർ സത്യാഗ്രഹമാണോ നിവർത്തന പ്രക്ഷോഭമാണോ ആദ്യം? നമ്മൾ ഉഗുനി എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? ഉഗുനി 30, 31, 32. ഉഗുനി ഗുരുവായൂർ സത്യാഗ്രഹം 31-ലും നിവർത്തന പ്രക്ഷോഭം 32-ലുമാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ആദ്യം വരുന്നത് ചാന്നാർ ലഹള, രണ്ടാമത് വരുന്ന മലയാളി മെമ്മോറിയൽ, മൂന്നാമത് വരുന്ന ഗുരുവായൂർ സത്യാഗ്രഹം, നാലാമത് വരുന്ന നിവർത്തന പ്രക്ഷോഭം. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ, ഓപ്ഷൻ ബി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. അടുത്ത ചോദ്യം, ചാന്നാർ ലഹള നടന്ന വർഷം? ചാന്നാർ ലഹള നടന്ന വർഷം 1858, 57, 59, 850. നമുക്ക് പഠിച്ചല്ലേ ഉള്ളൂ. കമന്റ് ചെയ്തേ. 1859 ആൻസർ. ഓക്കെ. അടുത്തത്, മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏതാണ് ചോദ്യം? നേപ്പ് കമ്മീഷൻ, ലോഗൻ കമ്മീഷൻ, TL സ്ട്രേഞ്ച് കമ്മീഷൻ, ലീ കമ്മീഷൻ? നമ്മൾ എപ്പോഴും ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. കമന്റ് ചെയ്തത് അവിടെ ഓപ്ഷൻ ബി ലോഗൻ കമ്മീഷൻ ആണ്. ലോഗൻ കമ്മീഷൻ ആൻസർ. ലോഗൻ കമ്മീഷൻ. മാപ്പിള കലാപങ്ങൾ ലോഗൻ കമ്മീഷൻ ആണ്. ഓക്കെ. അടുത്ത്, തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി? ഗൗരി ലക്ഷ്മിബായി, സേതുലക്ഷ്മിബായി, ഗൗരി പാർവതിബായി, സ്വാതി തിരുനാൾ? കമന്റ് ചെയ്തേ. വളരെ ഓപ്ഷൻ സി ഗൗരി പാർവതിബായി ആണ്. പാർവതി, ഞാൻ എപ്പോഴും പറയുന്നതാണ്, പാർവതി പ്രൈമറി വിദ്യാഭ്യാസം ഓർത്തിരിക്കുക. പാർവതി പ്രൈമറി വിദ്യാഭ്യാസം, പാർവതി പ്രൈമറി വിദ്യാഭ്യാസം ഒന്ന് രണ്ടോടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പാർവതി പ്രൈമറി വിദ്യാഭ്യാസം ഓർത്തുന്നുണ്ട്. പാർവതി പ്രൈമറി വിദ്യാഭ്യാസം. ഓക്കെ, ശരി. അടുത്ത് 56-ാമത് ചോദ്യം, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ആസൂത്രണ കമ്മീഷൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. വളരെ ഓപ്ഷൻ എ 1950 ആണ്. 1950-ലാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ള, വീണ്ടും കൂടുതൽ പറയുന്നില്ല. അടുത്ത ദിവസം ശ്രദ്ധിച്ചു ചെയ്യണം. താഴെ തന്നിരിക്കുന്നതിൽ ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ ഏതെല്ലാം? 10+, 2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കുക, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക അല്ലെങ്കിൽ വിദ്യാഭ്യാസം ആരംഭിക്കുക, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. ഓക്കെ. ഇതിൽ ഏതാണ് ഈ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ എന്നാണ് ചോദ്യം. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യും പിള്ളേരെ. നമ്മൾ പഠിച്ചിട്ട് ഇത് ഒരാഴ്ച ആവുന്നില്ലല്ലോ. സെക്കൻഡറി എന്ന് കേട്ട ഉടനെ നിങ്ങളത് കോത്താരിയാണെന്ന് വിചാരിക്കാതെ നിങ്ങൾ പഠിച്ചല്ലേ നിങ്ങള്. ഇത് 3 കോത്താരി കമ്മീഷന്റെ ശുപാർശകളാണ്. സെക്കൻഡറി തലത്തിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ സ്ഥാപിക്കാനാണ് കോത്താരി കമ്മീഷൻ പറഞ്ഞത്. മനസ്സിലായ? സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷനുകൾ പഠിച്ച ഓർമ്മയുണ്ടോ? സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷനുകൾ സ്ഥാപിക്കാനാണ് ആര് പറഞ്ഞത്? മുതലിയാർ കമ്മീഷൻ പറഞ്ഞത്. മുതലിയാർ കമ്മീഷൻ. ഇവിടെ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായ? സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ആരാണ്? ഈ പറയുന്ന കോത്താരി കമ്മീഷനും. സെക്കൻഡറി തലത്തിൽ ഈ കമ്മീഷനുകൾ വിദ്യാഭ്യാസ കമ്മീഷനുകൾ സ്ഥാപിക്കാൻ പറഞ്ഞത് ആരാണത്? അത് കോത്താരിയാണ് കേട്ടോ. കോത്താരിയല്ല, മുതലിയാറാണ് കേട്ടോ. മുതലിയാർ. ഓക്കെ. അടുത്ത 58-ാമത് ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്ന ചോദ്യം. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഓക്കെ കമന്റ് ചെയ്തേ. വളരെ ഓപ്ഷൻ ഡി ഇതെല്ലാം എന്താണ് വളരെ ശരിയാണ്. 1, 2, 3, 4 എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയ വർഷം? 1948, 46, 45, 47. ഓക്കെ, കമന്റ് ചെയ്യാം. കമന്റ് ചെയ്തോ. ഓപ്ഷൻ ഡി 1947 ആണ്. 1947-ലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയ വർഷം ഏതാണ്? 1947 ആണ് കേട്ടോ. ഓക്കെ.
7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 വീതം പേർ ഉപ്പ് കുറുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? ഈ പ്രസ്താവന ആരെഴുതുന്ന ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണത്. വളരെ ഓപ്ഷൻ എ ഗാന്ധിജിയാണ്. ഓപ്ഷൻ എ ഗാന്ധിജിയുടെ പ്രസ്താവന കേട്ടോ. ഓക്കെ. അടുത്ത 61 ചോദ്യം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത്? ദക്ഷിണായന രേഖ, ഉത്തരായന രേഖ, 82.5 ഡിഗ്രി കിഴക്കേ അക്ഷാംശം, ഇവയൊന്നുമല്ല. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ചോദ്യം. വളരെ ഓപ്ഷൻ ബി ഉത്തരായന രേഖ. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത 62 ചോദ്യം. ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ചോദ്യം. ഓക്കെ, കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ സി ജംഷഡ്പൂർ ആണ്. ഓപ്ഷൻ സി ജംഷഡ്പൂർ ആണ് ആൻസർ കേട്ടോ. ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ്, ഇന്ത്യയുടെ ഉരുക്ക് നഗരം നമ്മൾ പഠിച്ചില്ലേ? ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ്, ഇന്ത്യയുടെ ഉരുക്ക് നഗരം അല്ലെങ്കിൽ സ്റ്റീൽ സിറ്റി, ഇതെല്ലാം ഏതാണ്? ജംഷഡ്പൂർ ആണ് കേട്ടോ. ജംഷഡ്പൂർ ആണ്. ഓക്കെ. അടുത്ത് ഗുരുത്വാകർഷണ ത്വരണത്തിന്റെ മൂല്യം. ഇതും നമ്മൾ പഠിച്ചതാണ്. ഗുരുത്വാകർഷണ ത്വരണത്തിന്റെ മൂല്യം കമന്റ് ചെയ്തേ. വളരെ ഓപ്ഷൻ എ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പാലിന്റെ പി എച്ച് മൂല്യം. ഇതും പ്രീവിയസ് ചോദ്യമാണ്. പാലിന്റെ പി എച്ച് മൂല്യം. ഏതാ ആൻസർ? ഓപ്ഷൻ ബി 6.5 മുതൽ 6.7 വരെ. 6.5 മുതൽ 6.7 വരെ. പാൽ ആസിഡ് ആണോ ആൽക്കലിയാണോ? പാൽ ആസിഡ് ആണല്ലേ? പാൽ ആസിഡ് ആണ്. ഓക്കെ. ഇനിയിപ്പോ കുടിക്കുന്നതും പാലാണ്. ഈ രാത്രി പാലൊടിച്ചാൽ ഗുണമെന്നറിയോ? എന്താ രാത്രി പാലൊടിച്ചാൽ ഗുണം? നല്ല ഉറക്കം കിട്ടും. ഓക്കെ. പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. നല്ല ഉറക്കം കിട്ടും വളരെ. അതാ. ഓക്കെ. ശരി. പാലിൽ കാണപ്പെടുന്ന ആസിഡ് ഏതെന്നറിയാലോ? പാലിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാ? ലാക്റ്റിക് ആസിഡ്. പിന്നെ ഈ ചില ആൾക്കാർ പറയും പാലൊക്കെ രാത്രി കുടിച്ചു കഴിഞ്ഞാൽ കഫത്തിന്റെ പ്രശ്നം വരും എന്നൊക്കെ പറയാറുണ്ട്. എന്തോ എനിക്ക് അതിനെ കുറിച്ച് സയന്റിഫിക്കലി ഒന്നും അറിയത്തില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ 6.5 6.7 ആണ് ഈ പറയുന്ന എന്ത് വരുന്നത്? ഈ പാലിന്റെ pH മൂല്യം വരുന്നത് കേട്ടോ. ഓക്കെ. ലാക്റ്റിക് ആസിഡ് പാലിൽ കാണപ്പെടുന്ന ആസിഡ്. അടുത്ത 65 ചോദ്യം. പന്നിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി. അല്ലെങ്കിൽ ഉറക്കം പിന്നെ പാലും കൂടിയായല്ലേ? അതുകൊള്ളാല്ലേ. ബൂസ്റ്റ് ഒന്നും കഴിക്കണില്ലേ ഇപ്പം? ബൂസ്റ്റൊക്കെ മതിയാക്കി. ശരി, പറ കുട്ടികളെ, ഏതാ ആൻസർ? ഓപ്ഷൻ ബി വൈറസ് ആണല്ലേ. പന്നിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി വൈറസ് ആണ്. ഏത് വൈറസാണ്? പന്നിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാ? H1N1 ആണല്ലേ. H1N1 ആണ് പന്നിപ്പനിക്ക് കാരണമായ വൈറസ്. H1N1. ഓക്കെ. H5N1 ഏതാ? H5N1 പക്ഷിപ്പനിയാണ്. H5N1 പക്ഷിപ്പനിയാണ്. H1N1 എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതാണ് കുട്ടികളെ? അത് ഏതാണ്? അത് പന്നിപ്പനിയാണ് കേട്ടോ. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പൊ വൈറസ് രോഗം. അടുത്ത കാക്കേ കൂടവിടെ എന്ന് തുടങ്ങുന്നത് ആരുടെ വരികളാണ്? വൈലോപ്പള്ളി, വള്ളത്തോള്, കുഞ്ഞുണ്ണി മാഷ്, ഉള്ളൂര്. കാക്കേ കൂടവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കൂട്ടിന് അയ്യോ മറന്നുപോയി, ബാക്കി മറന്നുപോയി. കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ, അങ്ങനെയല്ലേടാ? കുഞ്ഞിന് തീറ്റ, ബാക്കി മറന്നുപോയി. അത് ആരെ വരികളെന്ന് കമന്റ് ചെയ്തേ. കുറെ കുഞ്ഞിന്റെ മാഷിന്റെ പിറകെ പോകും. കുഞ്ഞിന്റെ മാഷിന്റെ പിറകെ ആരും പോയില്ലേ? ഓപ്ഷൻ ഡി ഉള്ളൂരിന്റെ വരികളാണ് കേട്ടാ. ഉള്ളൂരിന്റെ വരികളാണ്. കാക്കേ കൂടവിടെ എന്നാണ് തുടങ്ങുന്ന വരികള് ആടെയാണ്? ഉള്ളൂരിന്റെ കേട്ടാ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യമാണ് ചോദ്യം. 1951 ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ഉത്തരാഖണ്ഡിൽ കമന്റ് ചെയ്തേ. ഓപ്ഷൻ ഡി ഇന്ത്യ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. 1951 ഏഷ്യൻ ഗെയിംസ് ആദ്യമായി നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. 1951 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. അത് നടന്നത് എവിടെ വെച്ചിട്ടാണ്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത്. അപ്പൊ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. ഓക്കെ.
അടുത്ത് സസ്തനികൾക്ക് പുറമെ ഹൃദയത്തിന് 4 അറകളുള്ള മറ്റൊരു ജീവി വിഭാഗം ഏത്? അറിയാതെ കമന്റ് ചെയ്തേ. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻ അല്ലേ? 4 അറകളുള്ള, നമ്മൾ എത്ര തവണ പഠിച്ചിട്ടുണ്ട്? 4 അറകൾ പക്ഷികൾക്കാണ് അല്ലേ? പക്ഷികൾക്കാണ്. ഓപ്ഷൻ ഡി പക്ഷികളാണ് ആൻസർ അല്ലേ? ഓക്കെ. അടുത്ത് താഴെ പറയുന്ന ഒരു ശരിയായ ജോഡി ഏതാണ്? ഗീർ വനങ്ങൾ കാണ്ടാമൃഗം, കാസിരംഗ ആന, കോർബറ്റ് പാർക്ക് പക്ഷികള്, റാൻ ഓഫ് കച്ച് ഏഷ്യാറ്റിക് കാട്ടുകഴുത. ഉത്തരം കമന്റ് ചെയ്തേ. ഏതാ? ഓപ്ഷൻ ഡി റാൻ ഓഫ് കച്ച് ഏഷ്യാറ്റിക് കാട്ടുകഴുത. ഗീർ വനങ്ങളിൽ എന്താ? ഗീർ വനങ്ങളിൽ എന്താ പറ്റില്ല? ഗീർ വനങ്ങളിൽ സിംഹമാണ് അല്ലെ? സിംഹം. ഏഷ്യൻ സിംഹങ്ങളാണ്, ഏഷ്യൻ സിംഹങ്ങളാണ് ഗീർ വനങ്ങളിലുള്ളത്. കാസിരംഗയിൽ എന്താ? കാസിരംഗയില് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളാണ് എവിടെയുള്ളത്? കാസിരംഗയിലുള്ളത്. കോർബറ്റിൽ എന്താ ഉള്ളത്? ജിം കോർബറ്റിൽ എന്താ ഉള്ളത്? ജിം കോർബറ്റില് റോയൽ ബംഗാൾ ടൈഗേഴ്സ് ആണ് ജിം കോർബറ്റിലുള്ളത്. റോയൽ ബംഗാൾ കടുവകളാണ് ജിം കോർബറ്റിലുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? റാൻ ഓഫ് കച്ച് ഏഷ്യാറ്റിക് കാട്ടുകഴുത. ഇതൊക്കെ നമുക്ക് ചിലപ്പം നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ലായിരിക്കും. റാൻ ഓഫ് കച്ചിൽ ഏഷ്യാറ്റിക് കാട്ടുകഴുതയാണെന്ന് പലർക്കും അറിയത്തില്ലായിരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ ഇതൊക്കെ വെട്ടിയെടുക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് അറിയാം ഗിർ വനങ്ങളിലെ കാണ്ടാമൃഗം അല്ലെന്നറിയാം, കാസിരംഗയിലെ ആന അല്ലെന്നറിയാം, കോർബറ്റിൽ പക്ഷികളല്ലെന്നറിയാം. ആ രീതിയിൽ വെട്ടിയെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിന് ഉദാഹരണമാണ് ഇപ്പൊ ഈ വന്നൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ? അറിയാതെ വെട്ടിയെടുത്ത ആൾക്കാരില്ലേ ഇതില്? ചോദ്യം അറിയാതെ വെട്ടിയെടുത്ത ആൾക്കാരില്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ അത് ഒരു പ്രാക്ടീസ് ആണത്. അതൊരു പ്രാക്ടീസ് ആണ് കേട്ടോ. ഓക്കെ, ശരി. ഇതൊക്കെ മനസ്സിലാക്കുക. അടുത്ത സിംഹാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം? മക്കാക്ക മ്യൂലാക്ക, മക്കാക്ക സെലനസ്, അടുത്ത് താറ്റിലിസ് പനിസ്കിസ്. ഓക്കെ, ലാസ്റ്റിലേക്ക് വായിക്കാൻ വയ്യ, നാക്കുളുക്കണം. ലാസ്റ്റ് ഒന്നും പോണ്ട. പിള്ളേർ ഏതാ? മക്കാക്ക സൈലനേസ് ആണ് അല്ലേ? മക്കാക്ക സൈലനേസ് ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി മക്കാക്ക സൈലനേസ് ആണ് ആൻസർ കേട്ടോ. ഓക്കെ. അടുത്ത് 71ാമത്തെ ചോദ്യം. 1952 ആലുവയിൽ കേരള കലാലയം സ്ഥാപിച്ചത് ആരാണ്? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, ഗുരു ഗോപിനാഥ്, അമ്മന്നൂർ മാധവ ചാക്യാർ, കലാമണ്ഡലം ഗോപി. ഓക്കെ, ഉത്തരം അറിയാന്നുള്ളത് കമന്റ് ചെയ്തേ. ഒരു പ്രീവിയസ് ചോദ്യമാണ്, ഒരു നല്ലൊരു ചോദ്യവും കൂടിയാണ്. വീണ്ടും ചോദിച്ചാല് അധികം മാർക്കും കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമല്ലേ ഇത്? പിള്ളേരെ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയാണ്. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്, നിങ്ങൾ നോക്കി വെക്കുക. 1952 ആലുവയിൽ കേരള കലാലയം സ്ഥാപിച്ചത് ആരെന്ന് കേട്ട് കഴിഞ്ഞാല് കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയാണ്. അടുത്ത എൽ സുബ്രഹ്മണ്യം ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യം? എൽ സുബ്രഹ്മണ്യം ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യം? അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തേ. അപ്പോൾ ഓപ്ഷൻ എ വയലിൻ ആണ്. എൽ സുബ്രഹ്മണ്യം വയലിനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കേട്ടോ. ഓക്കെ. അടുത്ത് സുപ്രീം കോടതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിനം ഏതാണ് ചോദ്യം? 50 ജനുവരി 26, 50 ജനുവരി 28, 50 ജനുവരി 25, 50 ജനുവരി 24. കമന്റ് ചെയ്തേ. നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ? 50 ജനുവരി 28-നാണ് സുപ്രീം കോടതി എന്ത് ചെയ്തത്? സുപ്രീം കോടതി ഉദ്ഘാടനം ചെയ്തത് നമ്മൾ പഠിച്ചു. ഓക്കെ, ശരി. അടുത്ത 74ാം ചോദ്യം. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ, പ്രോട്ടേം സ്പീക്കർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്. ഓപ്ഷൻ ഡി പ്രസിഡന്റ് ആണ്. ഓപ്ഷൻ ഡി പ്രസിഡന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത് ആർട്ടിക്കിൾ 98 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാർലമെന്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ, പാർലമെന്റിന്റെ സെക്രട്ടേറിയറ്റ്. അടുത്തത് 50 ജനുവരി 25 അല്ല, ജനുവരി 28. ഓക്കെ, ശരി. പാർലമെന്റ് സെക്രട്ടേറിയറ്റ്, രാഷ്ട്രപതിയുടെ വിശേഷാൽ അഭിസംബോധന, പാർലമെന്റിന്റെ സഭകളുടെ കാലാവധി. ഓക്കെ, ഇതിലേതാ ആൻസർ വരുന്നേ? അവിടെ പാർലമെന്റ് സെക്രട്ടേറിയറ്റ് ആണ്. പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ.
ഇപ്പൊ ഞാൻ എടുക്കുന്നില്ല. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നമ്മളിപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് അപ്പൊ പറഞ്ഞുതരാം കേട്ടാ. ഓക്കെ, ശരി. അടുത്ത്, താഴെ തന്നിരിക്കുന്നതിൽ റെയിൽവേ ലൈൻ കടന്നു പോകാത്ത ജില്ലകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, വയനാട്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏതാ പിള്ളേർ ആൻസർ? ഇടുക്കി, വയനാട് അല്ലേ? അപ്പൊ ഓപ്ഷൻ എ വരും. ഇടുക്കി, വയനാട്. ഓപ്ഷൻ എ ആണ് ഇടുക്കി, വയനാട്. അടുത്ത് 77ാമത് ചോദ്യം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതെന്നാണ് ചോദ്യം. അതും ഈസി ക്വസ്റ്റ്യൻ ആണ്. കമന്റ് ചെയ്തേ. ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്നതല്ലേ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH66. NH66. ഓക്കെ, NH66. അടുത്ത്, കേരള കർഷക ദിനം ഏതാണ്? ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്. കർഷക ദിനം. കർഷക ദിനം ചിങ്ങം 1 ആണ്. ചിങ്ങം 1 ആണ് കർഷക ദിനം. അടുത്ത, കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല. വെളുത്തുള്ളി ഏതാ? വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാ? അവിടെ വെളുത്തുള്ളി ഇടുക്കിയിലാണ്. ഇടുക്കിയില് നമ്മുടെ വട്ടവടയിലാണ് പ്രധാനമായിട്ടും വെളുത്തുള്ളി ഉള്ളത്. പിന്നെ അവിടെ കാന്തല്ലൂർ ഭാഗത്തും എന്ത് ചെയ്യാറുണ്ട്? വെളുത്തുള്ളി കൃഷികൾ ചെയ്യാറുണ്ട്. ഇടുക്കിയിൽ മാത്രമേ വെളുത്തുള്ളി കൃഷിയുള്ളൂ, അല്ലെങ്കിൽ വെളുത്തുള്ളി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, പ്രധാനമായിട്ടും വട്ടവട, പിന്നെ കാന്തല്ലൂർ. വട്ടവടയും കാന്തല്ലൂരും എന്ത് ചെയ്യാറുണ്ട്? ഈ പറഞ്ഞ വെളുത്തുള്ളി കൃഷി ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി വരും. അടുത്ത അവസാനത്തെ ചോദ്യം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ് ചോദ്യം. 1973, 74, 75, 76. ഓക്കെ, കമന്റ് ചെയ്ത് അറിയെങ്കിൽ വളരെ ഓപ്ഷൻ 1973 ആണ്. 1973 പറമ്പിക്കുളം വന്യജീവി സങ്കേതം എന്ത് ചെയ്ത് സ്ഥാപിതം. 1973 പറമ്പിക്കുളം വന്യജീവി സങ്കേതം എന്ത് ചെയ്ത് സ്ഥാപിതമായത്. പറമ്പിക്കുളം ഏത് ജില്ലയിലാ? പറമ്പിക്കുളം ഏത് ജില്ലയിലാ? പറമ്പിക്കുളം പാലക്കാട് ജില്ലയിലാണ്. കേട്ടോ പറമ്പിക്കുളം. ഓക്കെ, ശരി. ഈ പറമ്പിക്കുളത്തിന് പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? പറമ്പിക്കുളത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? തമിഴ്നാടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് ഏത് പിള്ളേരെ? പക്ഷി സങ്കേതമല്ല, വന്യജീവി സങ്കേതം കേട്ടോ. വന്യജീവി സങ്കേതമാണ്. ഓക്കെ, അതായത് തമിഴ്നാടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഏത്? ഈ പറയുന്ന പറമ്പിക്കുളം എന്ന് പറയുന്നത്. പറമ്പിക്കുളത്തിൽ ഒരു തേക്കുണ്ട്, അറിയോ? ഒരു തേക്ക്. ഏത് തേക്കാ ഉള്ളത്? കന്നിമാര തേക്ക്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടുവകൾ കാണപ്പെടുന്നത് കടുവാ സങ്കേതം. 2 കടുവാ സങ്കേതങ്ങളിൽ ഒരെണ്ണമാണ് ഏത്? പറമ്പിക്കുളം. 2 കടുവാ സങ്കേതങ്ങളിൽ ഒരെണ്ണമാണ് പറമ്പിക്കുളം. പറമ്പിക്കുളത്തിലാണ് ഏറ്റവും കൂടുതൽ കടുവകൾ കാണപ്പെടുന്നത്. മറ്റൊരു കടുവാ സങ്കേതം പെരിയാറാണ്. ഓക്കെ, ഒന്ന് പെരിയാറ്, ഒന്ന് പറമ്പിക്കുളം. പറമ്പിക്കുളത്താണ് ഏറ്റവും കൂടുതൽ കടുവകളെ കാണപ്പെടുന്നത്. പറമ്പിക്കുളത്താണ്. ഓക്കെ, ശരി. ക്ലിയർ ആണല്ലോ വളരെ. ഏത് വർഷമാണ് പറമ്പിക്കുളം കടുവാ സങ്കേതമായത്? ഏത് വർഷമാണ്? 2010 അല്ലേ? 2010 പറമ്പിക്കുളം കടുവാ സങ്കേതമായത്. 2010 പറമ്പിക്കുളം കടുവാ സങ്കേതമായത്. എത്രാമത്തെ കടുവാ സങ്കേതമാണ്? ഇന്ത്യയിൽ എത്രാമത്തെ കടുവാ സങ്കേതമാണ് വളരെ? 38ാമത്തെ കടുവാ സങ്കേതമാണ്. 38ാമത്തെ കടുവാ സങ്കേതമാണ് കേട്ടോ. ഓക്കെ.